ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീട്രൂട്ട് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര, നാരങ്ങ നീര്, ഇഞ്ചി നീര്, ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്, വെള്ളം. ഇനി ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർക്കുക. ഞാൻ 1 കിലോ ബീട്രൂട്ടാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1 ലിറ്റർ വെള്ളം ചേർത്ത് തിളപ്പിക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയാൽ ജ്യൂസ് ഡൈല്യൂട്ടായി പോകും. അതുകൊണ്ട് 1 കിലോ ബീട്രൂട്ടിന് 1 ലിറ്റർ വെള്ളം മതിയാകും. ഇനി നമുക്ക് ബീട്രൂട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ബീട്രൂട്ട് നന്നായി തിളച്ച് അതിൻ്റെ മുഴുവൻ സത്തും ഈ വെള്ളത്തിലേക്ക് വരണം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായി തിളച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. അരിച്ചെടുത്ത ഈ ജ്യൂസിലേക്ക് 1 കിലോ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കാം. ബീട്രൂട്ട് ജ്യൂസിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് അനീമിക് ആയിട്ടുള്ളവർ ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ബീട്രൂട്ട് ജ്യൂസ് നന്നായി തിളച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 3 നാരങ്ങയുടെ നീര് ചേർക്കാം. കുറച്ച് ഇഞ്ചി നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇഞ്ചിയും നാരങ്ങയും ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് സാധാരണ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കും പോലും ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിനെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് ഡ്രിങ്ക് തയ്യാറാക്കാം. ഗ്ലാസിൻ്റെ 1/4 ഭാഗം ജ്യൂസ് ഒഴിക്കുക. ബാക്കി ഭാഗം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. 1 കിലോ ബീട്രൂട്ടിൽ നിന്ന് 2 ബോട്ടിൽ ജ്യൂസ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഫ്രിഡ്ജിൽ ഇത് 1 മാസം വരെ കേടാകാതിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.